അനധികൃത പണപ്പിരിവിനെതിരെ കർശന നടപടിയുമായി കുവൈത്ത് സാമൂഹിക തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മതകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തുന്ന വിദേശികളെ നാടുകടത്തും. സ്വദേശികളെ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. മതകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടാതെ സംഭാവന പിരിക്കാനിറങ്ങുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് കുവൈത്ത് സാമൂഹ്യ തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പിടിയിലാകുന്നത് സ്വദേശികളെയാണെങ്കിൽ നിയമപരമായ നടപടികൾക്ക് വിധേയരാക്കും. അനുമതിയില്ലാതെ പിരിവ് നടത്തുന്നവരുടെ വിവരങ്ങൾ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. ചില ആരാധനകൾ കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. അനധികൃത പിരിവ് സംബന്ധിച്ച് ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും ഈ പ്രവണത ഇപ്പോഴും തുടരുകയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ദുരിതബാധിത മേഖലകളിൽ സഹായം എത്തിക്കുന്നതിനും ആശരണയുടെ സഹായിക്കുന്നതിനും ആരാധനകൾ പണിയുന്നതിനും മറ്റുമാണ് പിരിവ് നടക്കുന്നതെങ്കിലും നിയമവിരുദ്ധമാണ് ഇത്തരം നടപടികൾ എന്നും അധികൃതർ അറിയിച്ചു. അംഗീകൃത സംഘടനകൾക്ക് ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതിയോടെ മാത്രമേ പിരിവ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. സംഭാവനകൾ ബാങ്ക് വഴി മാത്രം സ്വീകരിക്കണമെന്നും അനധികൃത പിരിവുകൾക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സാമൂഹ്യ തൊഴിൽ മന്ത്രാലയം, ഔക്കാഫ് മതകാര്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി എന്നീ വകുപ്പ് മേധാവികളെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകൾ കേന്ദ്രീകരിച്ചും ഈ സമിതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണം ശക്തമാക്കും. പള്ളികളുടെ സമീപത്തും വ്യവസായ മേഖലയിലും വാണിജ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നും സാമൂഹ്യ തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈത്തിൽ ഇലക്ട്രോണിക് മാധ്യമ നിയമം കർശനമാക്കുന്നു. നിയമപരമായ ലൈസൻസ് ലഭിക്കുന്നതിന് ജൂലൈ 25 രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾക്കെതിരെ 500 മുതൽ 5000 ദിനാർ വരെ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യുമെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ മാധ്യമങ്ങളെയും നിയമപരവും നിരീക്ഷണ വിധേയമാക്കുമെന്ന് വാർത്താ വിതരണ മന്ത്രാലയം. ഇലക്ട്രോണിക് മീഡിയ നിയമപരിധിയിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിന് ജൂലൈ 25 രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് പോർട്ടലുകൾ, ഉപഗ്രഹ ചാനലുകൾ തുടങ്ങി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന് വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ അനുമതി നിർബന്ധമാണ്. ഇതിന്റെ ഭാഗമായി ലൈസൻസ് ആവശ്യമുള്ളവർക്ക് നിയമപരമായി അനുവദിച്ചിരുന്ന 1 വർഷ കാലാവധി 25 അവസാനിക്കാനിരിക്കവെയാണ് വാർത്താ വിതരണ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അവാഷ് മുന്നറിയിപ്പ് നൽകുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾക്കെതിരെ 500 മുതൽ 5000 ദിനാർ വരെ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യുന്നതാണ്. ലൈസൻസിനായി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 21 വയസ്സ് പൂർത്തിയായ സ്വദേശികൾക്ക് മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. 10 വർഷ കാലാവധിയുള്ള ഇലക്ട്രോണിക് മീഡിയ ലൈസൻസിനുള്ള ഫീസ് 500 ദിനാറാണ്. ഇലക്ട്രോണിക്സ് വാർത്താ സേവനം, ബുള്ളറ്റിനുകൾ, വാർത്താ ചാനലുകളുടെ വെബ്സൈറ്റുകൾ തുടങ്ങി മുഴുവൻ വെബ് പ്രസിദ്ധീകരണങ്ങളെയും നിയമപരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇലക്ട്രോണിക്സ് മാധ്യമ നിയമം കർശനമാക്കുന്നത്. എല്ലാ മാധ്യമങ്ങളെയും കർശന നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതാണെന്നും വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ദുബായിയുടെ തിരക്കേറിയ പ്രദേശമായ ദേരയിലെ നൈഫ് റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച മുതൽ 1 മാസത്തേക്ക് അടയ്ക്കും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ശനിയാഴ്ച മുതൽ ബദൽ ബസ് റൂട്ട് ആരംഭിക്കുമെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നൈഫ് ജംഗ്ഷൻ സ്റ്റേഷനിലും ബുർജ് നഹാർ ജംഗ്ഷൻ സ്റ്റേഷനിലും പോകുന്ന ബസ് റൂട്ടുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. ഈ 2 ബസ് സ്റ്റോപ്പുകൾ വഴി ഒരു മാസം യാത്ര ചെയ്യുന്നത് പ്രതിദിനം 13,000 പേരാണ്. അതുകൊണ്ട് തന്നെ നൈഫ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുന്നതുവരെ ഒരു ബദൽ ബസ് റൂട്ട് ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് RTA പ്ലാനിംഗ് ഡയറക്ടർ അറിയിച്ചു. പുതിയ ബസ് റൂട്ട് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കും. സുഗമവും സൗകര്യപ്രദവുമായ പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് RTA പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബി ശക്തി തിയേറ്ററിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ സമ്മേളനത്തിൽ ബഷീർ കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. ശക്തി പ്രസിഡന്റ് VP കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ നിരവധി കലാസാഹിത്യ രംഗത്തു നിന്നുള്ളവർ പങ്കെടുത്തു. തുടർന്ന് ബഷീറിന്റെ കഥയും ജീവിതവും വിവരിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിച്ചു. ബഷീറിന്റെ പ്രണയകഥകളെ കൂട്ടിയിണക്കി ജയേഷ് നിലമ്പൂർ സംവിധാനം ചെയ്ത കലാരൂപവും അരങ്ങേറി. റിസാല സ്റ്റഡി സർക്കിൾ സാംസ്കാരിക വിഭാഗമായ കലാലയം സാംസ്കാരിക വേദി പ്രഖ്യാപനവും പദ്ധതി വിളംബരവും അരങ്ങേറി. ഒമാനിലെ ബോഷർ, സീബ്, ബർക്ക, സൂർ എന്നീ സെൻട്രൽ തലങ്ങളിലും പ്രഖ്യാപനവും പദ്ധതി വിളംബരവും നടന്നു. വനിതകൾ, കുട്ടികൾ, യുവാക്കൾ തുടങ്ങിയ വിവിധ തുറകളിലുള്ളവർക്കായി പ്രായോഗിക തുടർ പരിശീലനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതി വിളംബരവും ഖലമിൽ നടക്കും. ഗൾഫിലെ 50 കേന്ദ്രങ്ങളിൽ ഖലം എന്ന പേരിലാണ് പ്രഖ്യാപന സംഗമങ്ങൾ നടന്നത്. കുവൈത്തിൽ സന്ദർശന വിസയിലെത്തുന്ന എല്ലാ രാജ്യക്കാർക്കും വിസ കാലാവധി നീട്ടിവെക്കുന്നതിന് കുവൈത്ത് ആഭ്യന്തരമന്ത്രി ഉത്തരവിറക്കി. കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് താമസിപ്പിച്ചതിനുള്ള പിഴ അടച്ച ശേഷം കാലാവധി നീട്ടി നൽകുന്നതാണ്. ഇത്തരത്തിൽ ആദ്യ ദിനം 70,000 ദിനാർ കുടിയേറ്റ വിഭാഗത്തിന് ലഭിച്ചതായി റിപ്പോർട്ട്. സന്ദർശന വിസയിലെത്തിയ എല്ലാ രാജ്യക്കാർക്കും വിസ കാലാവധി നീട്ടി നൽകുന്നതിന്
കുവൈത്ത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് താമസിക്കാനുള്ള പിഴ അടച്ചതിനു ശേഷം വിസ കാലാവധി നീട്ടി നൽകുന്നതിന് രാജ്യത്തെ എല്ലാ കുടിയേറ്റ വിഭാഗം കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ആദ്യ ദിവസം തന്നെ 2700 സിറിയക്കാർ തങ്ങളുടെ സന്ദർശന വിസ കാലാവധി പുതുക്കിയതായും കുടിയേറ്റ വിഭാഗത്തിന് പിഴ ഇനത്തിൽ 70,000 ദിനാർ ലഭിച്ചതായും പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി 80 ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. ഒരു ഗ്ലോബൽ കമ്പനി തയ്യാറാക്കിയ പുനർനിർമ്മാണ പദ്ധതി പ്രകാരമാണ് സ്വദേശികളും വിദേശികളും അടങ്ങുന്ന 80 ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായി അതിനൂതനമായ രീതിയിൽ പിരിച്ചുവിടൽ പ്രഖ്യാപനം നടത്തിയത്. കമ്പനി കാര്യങ്ങളും മറ്റ് ഭാവി പരിപാടികളും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച യോഗം നടക്കുന്ന ഒരു ഹോട്ടലിലേക്ക് മാന്യമായി ക്ഷണിച്ചു വരുത്തിയാണ് ജീവനക്കാരോട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി അറിയിച്ചത്. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ബഹ്റിൻ ഡ്യൂട്ടി ഫ്രീ റാഫിൾ ഡ്രോയിൽ മെഗാ സമ്മാനം മലയാളിക്ക് ലഭിച്ചു. വടകര സ്വദേശി വിവേക് ബിജുവിനാണ് 65,000 ബഹ്റിൻ ദിനാർ വില വരുന്ന BMW 8 മോഡൽ കാർ ലഭിച്ചത്. 13,000 ടിക്കറ്റുകൾ വിറ്റഴിക്കുമ്പോഴാണ് ഡ്യൂട്ടി ഫ്രീയിൽ നറുക്കെടുക്കുന്നത്. ബഹ്റിൻ റോയൽ ഫ്ലൈറ്റിലാണ് ബിജു ജോലി ചെയ്യുന്നത്. ബഹ്റിനിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ലഭിക്കുന്ന തരത്തിൽ വിനോദസഞ്ചാര എക്സിബിഷൻ വ്യവസായത്തിനെ വളർത്തുന്നതിനും വിപുലമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ഡയറക്ടർ വ്യക്തമാക്കി. റീക്രിയേഷണൽ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കടലിൽ മുത്തുശേഖരണത്തിനുള്ള പദ്ധതിയും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള പദ്ധതികളും നടപ്പാക്കും. അബുദാബി ആണവ പ്ലാന്റിന് സമീപം വ്യത്യസ്ത ഇനം തിമിംഗല സ്രാവിനെ കണ്ടെത്തി. മനോഹരമായ ചിത്രപ്പണികളുള്ള രൂപമാണിതിന്. പരമാവധി 12 മീറ്റർ നീളവും 20.6 ടൺ വരെ ഭാരവുമുണ്ട് ഈ ഇനത്തിന്. കൂടുതലായും തണുത്ത വെള്ളമുള്ള ഭാഗത്താണ് ഇവ കാണപ്പെടാറുള്ളത്. 75% തിമിംഗല സ്രാവുകളും കാണപ്പെടുന്നത് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിലാണ്. 25% സ്രാവുകളും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. വായന കൂടുതൽ ജനകീയമാക്കുന്നതിനായി ഷാർജ നഗരസഭയിൽ മിനി ലൈബ്രറി സ്ഥാപിക്കും. എല്ലാ മൂലയിലും ഒരു പുസ്തകമുണ്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് നഗരസഭയിലെ ഓരോ കോണിലും ഒരു ലൈബ്രറി ഉണ്ടാക്കുന്നത്. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ പ്രത്യേക നിർദ്ദേശത്തിലാണ് ലൈബ്രറി സ്ഥാപിക്കുന്നത്. അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മൂന്നാമതെത്തിയ ഷാർജ 2019 വേൾഡ് ബുക്ക് ക്യാപിറ്റലായും യുനെസ്കോ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നൂതന സാങ്കേതിക രീതികളിലായിരിക്കും ലൈബ്രറികൾ സ്ഥാപിക്കുകയെന്ന് ഡയറക്ടർ അറിയിച്ചു. അപകട സ്ഥലത്തേക്ക് കുതിക്കുന്ന ആംബുലൻസുകളുടെയോ അത്യാഹിത വിഭാഗത്തിന്റെയോ വാഹനങ്ങൾക്ക് മുന്നിൽ തടസ്സമാവാതെ ഒതുക്കി കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പിഴ കിട്ടും. മുന്നറിയിപ്പ് അബുദാബി പോലീസിന്റേതാണ്. ജൂലൈ 1 മുതൽ പുതുക്കിയ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിനത്തിലാണ് ആംബുലൻസിനും മറ്റ് എമർജൻസി വാഹനങ്ങൾക്കും വഴി നൽകിയില്ലെങ്കിൽ പിഴയൊടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അപകട സ്ഥലത്തേക്ക് പോകുന്ന ആംബുലൻസുകൾ, രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ, പാരാമെഡിക്കൽ വാഹനങ്ങൾ, അത്യാഹിത വിഭാഗത്തിന്റെ വാഹനങ്ങൾ എന്നിവയ്ക്ക് വഴി നൽകാതിരിക്കുക എന്നിവയെല്ലാം 1000 ദിർഹം പിഴ ലഭിക്കാവുന്ന നിയമലംഘനമാണെന്ന് ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഫെഡറൽ ഗതാഗത നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതായി അബുദാബി പോലീസ് ഗതാഗത വകുപ്പ് മേധാവി മേജർ അബ്ദുള്ള അൽ ഗുബൈസി അറിയിച്ചു. അത്യാഹിത വിഭാഗങ്ങളുടെ വാഹനങ്ങൾക്ക് വഴി നൽകാതിരിക്കുന്നത് ഒരു ജീവൻ ബോധപൂർവം അപകടത്തിലാക്കുന്നതിന് തുല്യമാണ്. അപകടത്തിൽപ്പെടുന്നവർക്ക് ഏറ്റവും വേഗം സേവനങ്ങൾ ലഭ്യമാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അപകട സ്ഥലത്തെത്തി തിരക്ക് കൂട്ടുന്നതും അപകടങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി അനുവാദമില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതും പോലീസ് വിലക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, അബുദാബി. മറ്റു വാർത്തകളിലേക്ക്. G20 ഉച്ചകോടിക്കിടെ ചേർന്ന ബ്രിക്സ് നേതാക്കളുടെ യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കണ്ടുമുട്ടി. അന്യോന്യം അഭിവാദ്യം ചെയ്തിരുന്ന നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തെന്ന് വിദേശകാര്യ വക്താവ് ട്വീറ്റ് ചെയ്തു. G20 ഉച്ചകോടിക്കിടെ ചേർന്ന ബ്രിക്സ് യോഗത്തിനു ശേഷമുള്ള ചായ സൽക്കാരത്തിനിടെയാണ് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കണ്ടുമുട്ടിയത്. ഇരു നേതാക്കളും പുഞ്ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന ഒരു ചിത്രം വിദേശകാര്യ വക്താവ് ട്വീറ്റ് ചെയ്തു. ചിത്രത്തിനൊപ്പം ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് മാത്രമാണ് പറയുന്നത്. 4-5 മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ച നീണ്ടതും. അതിർത്തിയിലെ സംഘർഷം ചർച്ച ചെയ്തോ എന്ന് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചിത്രത്തിലൊപ്പമുണ്ട്. നേരത്തെ ബ്രിക്സ് യോഗത്തിലും തുടർന്ന് ചേർന്ന G20 ലീഡേഴ്സ് റിട്രീറ്റിലും സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-എ തൈബയും ജെയ്ഷെ മുഹമ്മദും ഹക്കാനി ശൃംഖലയുമാണ് ഭീകരത വളർത്തുന്നതെന്ന് മോദി കുറ്റപ്പെടുത്തി. ആഗോള ഭീകരതയ്ക്കെതിരെ സമഗ്ര ഉടമ്പടി വേണമെന്ന് 11 കർമ്മപദ്ധതി അവതരിപ്പിച്ച് മോദി ആവശ്യപ്പെട്ടു. ब्रिक्स के नेतृत्व की आवश्यकता है. पेरिस एग्रीमेंट के अंतर्गत सहमति को इम्प्लीमेंट करना
अनिवार्य है। സുസ്ഥിര വികസനം, ആഗോളതാപനം, ഊർജം എന്നീ മേഖലകളിലാണ് ഹാംബർഗിലെ G20 ഉച്ചകോടിയിലെ ചർച്ചകൾ. ജപ്പാൻ, കാനഡ, അർജന്റീന, ഇറ്റലി, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, UK, വിയറ്റ്നാം എന്നീ രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. സ്വാശ്രയ ഫീസ് നിർണയത്തിൽ പിഴവ് പറ്റിയെന്ന് ആരോഗ്യമന്ത്രി. ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് നിർണയത്തിനായി 10 അംഗ സമിതിയെ പുനഃസംഘടിപ്പിക്കേണ്ടിയിരുന്നു. ഇത്തരം പിഴവുകൾ സാധാരണമാണെന്നും അതൊരു മഹാസംഭവമല്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അതിൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഓർഡിനൻസ് പുതിയതാണല്ലോ. ഇപ്പോൾ ആ ഓർഡിനൻസിലുള്ള 10 അംഗങ്ങളെ ചേർത്തില്ല എന്നുള്ളൊരു പെശകുണ്ട്. അത് ഞങ്ങൾ പറയുകയാണ്, അത് അഡ്മിറ്റ് ചെയ്യുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് 10 അംഗങ്ങളടങ്ങിയ ഓർഡിനൻസിലെ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കുകയും ആ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യണം. മെഡിക്കൽ പ്രവേശന ഫീസിൽ ഒത്തുതീർപ്പിന് നീക്കം. 50% സീറ്റിൽ കഴിഞ്ഞ വർഷത്തെ ഫീസ് നിരക്കിൽ പ്രവേശനം നടത്താമെന്നറിയിച്ച് കോളേജുകൾ സർക്കാരിന് കത്ത് നൽകി. ബാക്കിയുള്ള മാനേജ്മെന്റ് NRI സീറ്റുകളിൽ ഫീസ് കൂട്ടി നൽകണം. സന്നദ്ധത അറിയിച്ച മാനേജ്മെന്റുകളുമായി തിങ്കളാഴ്ച കരാർ ഒപ്പിടുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനും മാനേജ്മെന്റുകൾക്കും ഫീസ് നിശ്ചയിക്കാമെന്ന സുപ്രീം കോടതി അനുമതി ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ഫീസ് നിരക്കിന് ശ്രമം ആരംഭിച്ചത്. 50% സീറ്റുകളിൽ കഴിഞ്ഞ വർഷത്തെ ഫീസ് നിരക്കിൽ പഠിപ്പിക്കാമെന്ന് ചില കോളേജുകൾ സർക്കാരിനെ അറിയിച്ചു. ഇതിൽ 20% സീറ്റുകളിൽ 25,000-ഉം 30% സീറ്റുകളിൽ 2.5 ലക്ഷവുമായിരിക്കും ഫീസ് നിരക്ക്. അവശേഷിക്കുന്ന 50%-ലെ മാനേജ്മെന്റ് NRI സീറ്റുകളിൽ ഫീസ് നിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂട്ടി നൽകണം. കഴിഞ്ഞ വർഷം മാനേജ്മെന്റിൽ 11.5 ലക്ഷവും NRI സീറ്റിൽ 15 ലക്ഷവുമായിരുന്നു ഫീസ് നിരക്ക്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അതേ ഫീസ് നിരക്ക് തന്നെ വേണമെന്നാണ് സർക്കാർ നിലപാട്. തിങ്കളാഴ്ച അവർ 15ഓളം പേർ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ തിങ്കളാഴ്ച ആരൊക്കെയാണ് വരുന്നത് അവരുമായിട്ട് ഈ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ സർക്കാർ സന്നദ്ധരാണ്. സർക്കാരുമായി ധാരണയുണ്ടാക്കാത്ത കോളേജുകൾക്ക് മുൻ വർഷങ്ങളിലേതുപോലെ ഫീസ് നിർണയ സമിതി കണക്കുകൾ പരിശോധിച്ച് ഏകീകൃത ഫീസ് നിശ്ചയിച്ചു നൽകും. പ്രവേശന മാനദണ്ഡങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് സർക്കാർ തീരുമാനിക്കും. നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഏകീകൃത കൗൺസിലിംഗിലൂടെയുള്ള അലോട്ട്മെന്റ് വഴിയാകും പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുക. മെഡിക്കൽ ഫീസുമായി ബന്ധപ്പെട്ട നടപടികളിൽ ആരോഗ്യവകുപ്പ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മേൽനോട്ടത്തിലാണ് പുതിയ ഫീസ് നിർണയ നടപടികൾ പുരോഗമിക്കുന്നത്. ജോജോ ജോസഫ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.